പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു ശ്രീലങ്കൻ ഫിലിം മേക്കറുടെ മൂവിയാണ്. നല്ല ഗംഭീര പടം, നല്ല പടം. പക്ഷേ ഇത് എല്ലാവർക്കും പറ്റുന്നൊരു പടമല്ല, അത് ആദ്യം തന്നെ പറയാം. ഇതൊരു കൊമേഴ്ഷ്യൽ ടച്ചുള്ള ഒരു പക്കാ കൊമേഴ്ഷ്യൽ മൂവിയല്ല. നല്ല നല്ല സ്ലോ പേസിൽ പോകുന്ന വേറെ ലെവൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കാണേണ്ട ഒരു മൂവിയാണ്. ഓൾറെഡി IFFKയിലൊക്കെ ഇത് ഇറങ്ങി നല്ല അഭിപ്രായം കേട്ടൊരു സിനിമയായിരുന്നു. ഇപ്പോഴാണ് ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് പറയാം. ആൻഡ് ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ശ്രീലങ്കയിലേക്ക് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു കപ്പിൾസിൻ്റെ കഥയാണ്. സോ അവർക്ക് അവിടെ വെച്ച് എന്ത് നടന്നു, ഒരു ഓൾറെഡി ശ്രീലങ്കയിൽ ഒരു ബാങ്ക്രപ്സി ഒക്കെ നടന്നിരുന്നു. ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇറപ്റ്റ് ചെയ്ത ഒരു സമയത്താണ് ഇവർ ശ്രീലങ്കയിലേക്ക് പോകുന്നത്. സോ അവിടെ വെച്ച് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് ഒരു നോർമൽ രീതിയിൽ നമ്മൾ ഈ സിനിമയെ ട്രീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കി കാണുകയാണെങ്കിൽ ഇതൊരു ഒരു സാധാരണ പടം എന്ന് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഇതിലെ ലെയേഴ്സും ഇതിൻ്റെ മെറ്റഫോഴ്സും ഇതിൻ്റെ റെഫറൻസുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ആദ്യ ഷോട്ട് മുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ ആ സിനിമ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തരിക. എനിക്ക് അങ്ങനെയാണ് തന്നത്. കാരണം ഇതൊരു പക്കാ രാമായണ റെഫറൻസാണ്, ഒരു റീടെല്ലിംഗ് ഓഫ് ദി രാമായണമാണ്. നമ്മളിപ്പോൾ മണിരത്നത്തിൻ്റെ രാവണ സിനിമ എങ്ങനെയാണ് കണ്ടത്, അതേപോലെ തന്നെ ആ ഒരു രാമായണം എന്നൊരു ആ ഒരു മിത്തോളജിയുടെ വേറെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഈ ഒരു സിനിമയിൽ കണ്ടത് മുഴുവനായിട്ട്. ഞാനിപ്പോൾ ഇന്നലെ മഹാഭാരതത്തിൻ്റെ റെഫറൻസ് മുഴുവൻ കൽക്കിയിൽ കണ്ട പോലെ എൻ്റെ രാമായണത്തിൻ്റെ റെഫറൻസാണ് ഇതിൽ മുഴുവൻ. സോ ഫുൾ മിത്തോളജി മറ്റേ സാധനം എടുത്ത് അതേപോലെയല്ല, നമ്മൾ അതിലെ സീക്വൻസുകളൊക്കെ എടുത്ത് കാണിക്കാൻ ആ സെറ്റപ്പ് അല്ല, ആ ഒരു ഫോർ ഷാഡോയിങ് ചെയ്ത് റെഫറൻസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. സോ ഒരു കപ്പിൾസ് ഇങ്ങോട്ട് വരുന്നു, അവിടെ വെച്ച് ഒരു സംഭവം നടക്കുന്നു, പിന്നീട് അങ്ങോട്ട് എന്ത് എന്നുള്ളതിനെ ഇതിൻ്റെ റെഫറൻസോടുകൂടി ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഈവൻ എല്ലാ ഡയലോഗ്സും ഓരോ സീക്വൻസും ഓരോ ഷോട്ടും ഒരു സാധനം പോലും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാതെ എല്ലാം ഒന്നിനോട് റെഫറൻസ് വെച്ച് പക്കാ രാമായണമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ സാധനം പോകുന്നത്. സോ ഈവൻ പറഞ്ഞു പോകുന്ന ഓരോ ഡയലോഗ്സും കാണിക്കുന്ന ഓരോ ഫ്രെയിംസും ഓരോ സീക്വൻസും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ പടം. DOP കിഡിലിനാണ്. ഈവൻ ഇതിലെ ഡയലോഗ് ഡെലിവറിയും എഴുത്തും ക്യാരക്ടേഴ്സിൻ്റെ പ്രസൻസും അവരുടെ ആ ഒരു പെർഫോമൻസും ഒക്കെ തന്നെ എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ള പടം എന്ന് പറയും. ആൻഡ് ഇതിൻ്റെ എഡിറ്റിങ്ങും പക്കയാണ്. മീൻസ് ഒരു 90 മിനിറ്റ്സ് ഉള്ള ഈ മൂവി മൊത്തത്തിൽ പറഞ്ഞൊരു 1.5 മണിക്കൂറിൽ കറക്റ്റായിട്ട് സിനിമ പറഞ്ഞ് തീർക്കും അതിൻ്റെ പറയാനുള്ള എല്ലാ കഥയും. ഒരു ഷോട്ട് പോലും ഒരു ഫ്രെയിം പോലും നമുക്ക് അനാവശ്യമായിട്ട് അതുകൊണ്ടൊന്നും തോന്നില്ല. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഇതൊരു കൊമേഴ്ഷ്യൽ ടച്ചുള്ളൊരു മൂവിയല്ല, ഇത് എൻ്റെയർലി വേറെ രീതിയിൽ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു തരത്തിലുള്ള എലമെൻസും ഉണ്ടാവില്ല, ഒരു പാട്ട് പോലും ഇല്ലയെന്ന് തോന്നുന്നു ഐ തിങ്ക് ഈ സിനിമയിൽ. സോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് രാമായണം അറിയെങ്കിൽ ഈ സിനിമ എങ്ങനെ പോയാലും ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാവണമൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു മെറ്റഫോർ വെച്ച് നിങ്ങൾക്ക് ആ സിനിമ ഒരു എക്സെപ്ഷണൽ ഫീലൊക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ തന്നെ വേറൊരു പെർസ്പെക്റ്റീവിലുള്ള വേറെ രീതിയിലുള്ള ഒരു സിനിമയാണെന്ന് പറയും. ആൻഡ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ ഈ ഒരു ടൈം ലാപ്സ് വെച്ച് ഈ ഒരു ബാങ്ക്രപ്സി നടക്കുന്നു അല്ലെങ്കിൽ ലങ്കയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു, ആ ഒരു സിറ്റുവേഷനെ ഇങ്ങനെ എൻകോഡ് ചെയ്തത് കൊണ്ടാണ് ഈ സിനിമ ഇങ്ങനത്തെ ഒരു ഫീൽ നൽകിയതെന്ന് പറയും. അല്ലാതെ വെറുതെ കുത്തിക്കയറ്റി പറയുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് സാധനങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് രാമായണ റെഫറൻസ് മാത്രമല്ല, അതിനിടയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ പൊളിറ്റിക്സ് ഉണ്ട്. അതൊക്കെ തന്നെ നീറ്റായിട്ട് സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല മേക്കിംഗ് ഉള്ള, നല്ല കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു പടം. പക്ഷേ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഈ സിനിമ സെലക്ട് ചെയ്യുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഓൾറെഡി ഈ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.